നല്ല സിനിമയാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ സിനിമകൾ കുറവല്ലേ, സാധാരണ ഇത്തരം സിനിമകൾ കുറവാണ് പറഞ്ഞത്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഹൊറർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി പോയി കാണാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട, അങ്ങനത്തെ ഹൊററല്ല, ഒരു ഫീൽ ഹൊററാണ്, ഹൊറർ ഫീൽ മൂവിയാണ്. അല്ല, മൊത്തത്തിൽ സിനിമ നന്നായി. മലയാളത്തിൽ ഇങ്ങനെ കുറച്ചല്ലേ തന്നെ, ചെറിയ ഇതുപോലെയുള്ള സിനിമകൾ അധികം വരാറില്ലല്ലോ. നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുക, മേക്ക് ഓവർ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. തിയേറ്റർ വാച്ച് ആവണം, അല്ലാതെ നമ്മൾ നല്ല സിനിമ. അതായത് ഞാൻ പറയുന്നത് മലയാളത്തിൽ ഇത്തരം സിനിമകൾ കുറവല്ലേ പറഞ്ഞത്. നല്ല ഇതാണ്, സൂപ്പർ. അതായത് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിമിഷം പോലും എന്താ പറയണേ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കണ്ടു. പിന്നെ തിയേറ്ററും വളരെ നീറ്റായിരുന്നു, എല്ലാവരും സൈലൻ്റായിട്ട് വാച്ച് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് വേണം, അപ്പോഴല്ലേ ആ സൗണ്ടിൻ്റെ ഒക്കെ ഇത് കിട്ടുള്ളൂ. OTT പോയിട്ട് നമുക്ക് ആ ഇത് കിട്ടില്ലല്ലോ. സൗണ്ടിങ് എല്ലാം മൊത്തത്തിൽ നല്ല സിനിമയാണ്, നല്ല സിനിമ. പ്രണവ് സൂപ്പർ, അവൻ്റെ എല്ലാ സിനിമയും നല്ലത് തന്നെയാണല്ലോ. ഇത് ഒരു പ്രത്യേകത, അതായത് വളരെ മെച്യൂർഡായിട്ട് തോന്നി. സാധാരണ ഇതിൽ നിന്ന് വളരെ മെച്യൂർഡായിട്ട് ഉള്ള ഒരു പ്രണവായിട്ട് തോന്നി. ഓക്കെ, അതല്ല, അത് ഡിഫറെൻറ്റാണ്. പ്രണവും ലാലും തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റാണ്. ആക്ടിങ്ങിൽ രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. എന്ന് വെച്ചാൽ സിനിമയുടെ അതിൻ്റെ മേക്കിംഗ് ഒരുപാട് നന്നായിട്ടുണ്ട്, നല്ലതുണ്ട്. എന്താണ് ശരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് അതിൻ്റെ പ്രമേയം ഒരു പുതുമയുണ്ട്, ഒരു പുതിയ പ്രമേയമുണ്ട്. പിന്നെ നല്ലോണം അഭിനയിക്കുന്നുണ്ട്. അതിന് ഡയറക്ഷൻ കൊടുത്തവരുടെ ഇതുമായിരിക്കണം, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൗണ്ടും ഇതുമൊക്കെ കൂടി വരുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുന്നത്. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. നല്ല പടം. പ്രണവ് ഉഗ്രനായിട്ട് ചെയ്തത് സൂപ്പർ. മോഹൻലാലിനോട് പറയണമെന്നുണ്ട്. കൊള്ളാം, നല്ല പടം. നല്ല പടം ഒരു രക്ഷയില്ല. അടിപൊളി. എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാം ഓവറോൾ ഒരു വെറൈറ്റിയാണ്. പിന്നെ പ്രണവ് അടിപൊളിയായിട്ടുണ്ട്, അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു വെറൈറ്റി ഉണ്ട്. ഓവറോൾ നല്ല സിനിമയാണ്. സൂപ്പർ പടം, സൂപ്പർ. പിന്നെ നല്ല, ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പടം കാണുന്നുണ്ട്, എന്നാൽ ആ ത്രില്ലിൽ ഇന്ന് രസമാണ്. പ്രണവിൻ്റെ വേറെ ലുക്ക് നല്ലതായിരുന്നു. ഓക്കെ, ക്ലൈമാക്സ് ഒക്കെ നല്ലതായിരുന്നു. ഒരു പാർട്ട് 2 ചിലപ്പോൾ വരാനുള്ളൊരു സാധ്യത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ത്രെഡിട്ട് പോലെ പകലാണല്ലോ കണ്ടത്. ഓക്കെ, ശരി. സൗണ്ട് എഫക്ട്സ് ഒക്കെ നല്ലതാണ്. ഒരു ഹോളിവുഡ് പോലെയൊക്കെ തോന്നി. ആ ഒരു സൗണ്ട് എഫക്ട്സ് ഒക്കെ നന്നായിരുന്നു, എല്ലാം നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. സാധാരണ കാണാത്തൊരു പ്രണവാണല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു. ശരി, നോക്കി. നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. യെസ്, കുഴപ്പമില്ല, നല്ല ചില സീനുകളൊക്കെ കുഴപ്പമില്ല, ആവറേജ് കൊള്ളാം, മസ്റ്റ് വെച്ചാ. പടത്തിൻ്റെ ഡയറക്ഷനും ഹൊററും നല്ല പടം. നല്ല ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. നല്ല രസമുണ്ട്, സൂപ്പർ പെർഫോമൻസ് എല്ലാവരും നല്ല രസമുണ്ട്. കമ്പയർ ചെയ്യാനൊന്നുമില്ല. രാഹുൽ സദാശിവൻ സൂപ്പറാണ്, കിട്ടിലായിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി സൂപ്പർ. നല്ല തിയേറ്ററിൽ വാച്ച് ചെയ്യുക, നല്ല തിയേറ്ററിലാണ് മസ്റ്റായിട്ടും. നല്ല തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക, നല്ല രസമുണ്ട്, നല്ല ഫിലിം. കൊള്ളാം. അടിപൊളി പടം. പ്രണവിൻ്റെ അഭിനയം അടിപൊളി. സൂപ്പറാ. ഓക്കെ, അതെ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് അടിപൊളി. പ്രണവൊക്കെ അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സൗണ്ട് എഫക്ട്സ് അടിപൊളി. ക്രിസ്റ്റോയുടെ മ്യൂസിക് ഒക്കെ അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. തിയേറ്റർ വാച്ച് മസ്റ്റ് തിയേറ്റർ വാച്ച്. ഫോണിൽ കണ്ടാന്ന് ശരിയാവില്ല. ഉണ്ട്, തീർച്ചയായിട്ടും. സൗണ്ട് ഡിസൈൻ എല്ലാം പക്ക അടിപൊളി, ഒന്നും പറയാൻ
പറയാനില്ല പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? നല്ലായിരുന്നു. എന്താ പടത്തിൽ ഇഷ്ടപ്പെട്ടത്? ഓക്കെയാണ്. പ്രണവ് മോഹൻലാൽ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? ഓക്കെയാണ്, നല്ല സിനിമയാണ്. സൗണ്ട് ക്വാളിറ്റി ഉണ്ട്? നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. തിയേറ്റർ വാച്ച് മൂവിയാണ്. ആ അതെ, തിയേറ്റർ തന്നെ പോയി കാണണം. ഓക്കെ. ചേട്ടാ പടം എങ്ങനെയുണ്ട്?